UGC കൊണ്ടുവന്നിട്ടുള്ള കരട് ചട്ട ഭേദഗതിക്കെതിരെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഈയിടെ അവതരിപ്പിച്ച കരട് ചട്ട ഭേദഗതിക്കെതിരെ ഇന്നലെ സംസ്ഥാന സർക്കാർ ചെലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ദേശീയ സമ്മേളനം അത് രാഷ്ട്രീയ പ്രേരിതമാണ്, നിയമവിരുദ്ധമാണ്, അതോടൊപ്പം തന്നെ ഭരണഘടനാ വിരുദ്ധവും കൂടിയാണ്. ഇത് കേവലം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് LDFിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രചരണത്തിൻ്റെ വേദിയാക്കി ഈ കൺവെൻഷനെ മാറ്റുകയാണ് ചെയ്തത്. മാത്രമല്ല BJPക്കും കേന്ദ്ര ഗവൺമെൻറ്റിനുമെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള IND സഖ്യത്തിൻ്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിശാല സമ്മേളനമായിരുന്നു ഇന്നലെ സർക്കാർ ചെലവിൽ തിരുവനന്തപുരത്ത് നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എല്ലാ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അതേപോലെ സർവകലാശാലകൾക്കും രേഖാമൂലം നിർദ്ദേശം നൽകി. അതായത് സർവകലാശാലകളിൽ നിന്ന് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് അധ്യാപകർ പങ്കെടുക്കണം, ജീവനക്കാർ പങ്കെടുക്കണം, വിദ്യാർത്ഥികൾ പങ്കെടുക്കണം. മാത്രമല്ല ഓരോ സ്ഥാപനത്തിനും പങ്കെടുക്കേണ്ടവരെ ക്വാട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ എത്രയായിരിക്കണം, അധ്യാപകർ എത്രയായിരിക്കണം, ജീവനക്കാർ എത്രയായിരിക്കണം, ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾ എത്രയായിരിക്കണം, ഇങ്ങനെ ഓരോ ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഓരോ സർവകലാശാലയും സ്ഥാപനവും ഈ കേന്ദ്ര വിരുദ്ധ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ചെലവ് ഈ സ്ഥാപനങ്ങളും സർവകലാശാലകളും വഹിക്കണം. മാത്രമല്ല അവർക്ക് ഡ്യൂട്ടി ലീവ് അനുവദിക്കണം, വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിക്കണം. ഇത്തരത്തിൽ സർവകലാശാലകളുടെ പണം, ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെ പണം, അതോടൊപ്പം തന്നെ പൊതുഖജാനാവിലെ പണം, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് UGC ഈ ചട്ട ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ ഇന്നലെ തിരുവനന്തപുരത്ത് ഈ ഒരു ദക്ഷിണേന്ത്യൻ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ച് കേവലം രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടൊരു സമ്മേളനത്തിന് LDFിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിന് ഭാഗമായിട്ടുള്ള ഈ സമ്മേളനം പൊതുഖജാനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് നടത്തുക എന്നുള്ളത് നിയമവിരുദ്ധമാണ്. സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് പൊതുഖജാനാവിലെ പണം വിനിയോഗിക്കുക എന്നുള്ളത് അത് നഗ്നമായ നിയമലംഘനമാണ്. മാത്രമല്ല നമ്മുടെ സർവകലാശാല എന്ന് പറയുന്നത് സ്വയംഭരണ സ്ഥാപന. ആ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് കർശനമായ നിർദ്ദേശം നൽകുക എന്ന് പറയുന്നത് അത് ഭരണഘടനാ ലംഘനവും കൂടിയാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാർ ചെലവിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ ഇന്നലെ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വിമർശനം, BJPക്കെതിരെ വിമർശനം, അതോടൊപ്പം തന്നെ ഗവർണർമാർക്കെതിരായിട്ട് അതിരൂക്ഷമായ വിമർശനമാണ് എല്ലാവരും നടത്തിയത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പൊതുഖജാനാവിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുഖജാനാവ് ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു സമ്മേളനത്തിൽ ഗവർണർമാരെ വിമർശിക്കുക എന്ന് പറയുന്നത് അത് ഭരണഘടന വിരുദ്ധമാണ്, നഗ്നമായ ഭരണഘടന ലംഘനമാണ് ഇതുവഴി സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ പങ്കെടുത്തത് ഇപ്പോൾ കരട് ഭേദഗതിയെ സംബന്ധിച്ച് ചർച്ച നടത്താനും ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കാനുമാണ് ഇങ്ങനൊരു സമ്മേളനം വിളിച്ചതെങ്കിൽ എല്ലാ സംസ്ഥാന സർക്കാരുകളെയും വിളിക്കാമായിരുന്നു. ഇത് വിളിച്ചിരിക്കുന്നത് IND മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള DMK ഭരിക്കുന്ന തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെയും കർണാടകത്തിലെയും ഗവൺമെൻറ് ക്ഷണിച്ചിട്ടുണ്ട്. ബാക്കി ഒരു സംസ്ഥാന സർക്കാരുകളെയും ക്ഷണിച്ചിട്ടില്ല.
അതിൻ്റെ അർത്ഥം എന്താ? സംസ്ഥാന സർക്കാർ മറ്റൊരു സംസ്ഥാന സർക്കാരുകളും ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഇത് IND സഖ്യത്തിൻ്റെ ഒരു പ്രചരണ വേദിയായിട്ടാണ് ഇതിനെ മാറ്റിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ പങ്കെടുത്തത് തമിഴ്നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്തു, കർണാടകത്തിലെയും തെലങ്കാനയിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാവരും പ്രസംഗിച്ചത് അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ്, അതുപോലെ ഗവർണർമാർക്കെതിരായിട്ടാണ്. പച്ചയായിട്ട് കാവ്യവൽക്കരണത്തിന് BJP നടത്തുന്ന കാവ്യവൽക്കരണത്തിനെതിരായിട്ടാണ് അവർ ഇന്നലെ പ്രസംഗിച്ചത്. അത് കേന്ദ്ര ഗവൺമെൻറ് പരസ്യമായി വിമർശനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ അറിയേണ്ടത് ഇത് ഭേദഗതി നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടല്ല. ഭേദഗതി നിർദ്ദേശിക്കാൻ ഫെബ്രുവരി 28 വരെ സമയമുണ്ട്. എല്ലാ സർവകലാശാലകളും അവർ ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് ഭേദഗതി ഇതിനകം അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ വിവരം വൈസ് ചാൻസലർമാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തിനാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ BJP പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു IND സഖ്യത്തിൻ്റെ സമ്മേളനമാണ്. അതിനായിട്ട് സർക്കാർ പൊതു ഖജാനാവിലെ പണം ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണ്. അതിൽ നടത്തിയ പരാമർശങ്ങളും പ്രസംഗങ്ങളും ഭരണഘടനാ വിരുദ്ധമാണ്. മുഖ്യമന്ത്രി ഗവർണർമാർക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്, മന്ത്രിമാർ പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പണം ദൂർത്തടിച്ച സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട പ്രതിപക്ഷ നേതാവ് ഈ നഗ്നമായ നിയമലംഘനവും ഭരണഘടനാ ലംഘനവും നടത്തിയ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവിടെ ഞങ്ങളെ സംബന്ധിച്ച് LDFനും UDFനും CPMനും കോൺഗ്രസിനും BJPയെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശമുണ്ട്. വേണമെങ്കിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് വലിയ വൻ സമ്മേളനം നടത്തിയിട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അതുപോലെ ഏതാണ് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിമാരെയും അതിൽ പങ്കെടുപ്പിക്കാം. അത് CPMൻ്റെ കോൺഗ്രസിൻ്റെ ചെലവിലാണ് നടത്തേണ്ടത്. പക്ഷെ ഇവിടെ നടത്തിയിരിക്കുന്നത് സർക്കാരിൻ്റെ ഖജാനാവിൽ നിന്നാണ്. അതുകൊണ്ട് ഒന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഒന്ന് ഈ സമ്മേളനം നടത്തിയതിനെക്കുറിച്ച് മുഖ്യമന്ത്രി അതുപോലെ പ്രതിപക്ഷ നിലപാട് വ്യക്തമാക്കണം. എന്തു നിലപാട്? പൊതു ഖജാനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളെയും സർവകലാശാലകളെയും ദുരുപയോഗം ചെയ്തതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിലപാട് വ്യക്തമാക്കണം. അതോടൊപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നു, വലിയ ധൂർത്തും ദുർവ്യയമായിരുന്നു ഈ സമ്മേളനത്തിനുണ്ടായിരുന്നത്. പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ പൈസയുടെ കിറ്റാണ് വിതരണം ചെയ്തത്. മാത്രമല്ല TA-യും DA-യും കൊടുത്ത സർക്കാർ സ്ഥാപനങ്ങളാണ്. ഇതിന് മൊത്തം ചെലവ് സർക്കാർ ഖജാനാവിൽ നിന്നാണ്. അതുകൊണ്ട് ആകെ ഈ സമ്മേളനത്തിന് മൊത്തം എത്ര തുകയാണോ ചെലവായത് അത് CPMൻ്റെയും KPCCയിൽ നിന്നും ഈ പണം കൊടുക്കണം. CPMൻ്റെയും കോൺഗ്രസിൻ്റെയും സംസ്ഥാന കമ്മിറ്റി ഈ പണം ഇതിൻ്റെ ചെലവ് വഹിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. സർക്കാർ ഖജാനാവിൽ നിന്ന്, സർവകലാശാലകളിൽ നിന്ന്, സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ഇതിന് മൊത്തം ചെലവ് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സമിതി വഹിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, നമ്മുടെ ഗവൺമെൻറ് ദൈനംദിന കാര്യങ്ങൾക്ക് പോലും കടം വാങ്ങുന്നൊരു സർക്കാരാണ് കേരളത്തിൽ. നഞ്ച് വാങ്ങാൻ പോലും നയാ പൈസ ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ പിണറായി വിജയനും അതുപോലെ ധനമന്ത്രി ബാലഗോപാലും നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെൻറ്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ 62 ലക്ഷം പെൻഷൻ വാങ്ങുന്നവർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ കയ്യിൽ പൈസയില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ ആശാ വർക്കർമാർക്ക് എന്തെങ്കിലും പൈസ കൂട്ടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിന് തയ്യാറില്ല എന്നാണ് ബാലഗോപാൽ പറഞ്ഞത്. അതുപോലെ അംഗനവാടിയിൽ മുട്ടയും പാലും കൊടുക്കാൻ പോലും പണമില്ലെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അങ്ങനെയുള്ള ഗവൺമെൻറ്റാണ് ഇത്തരം രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത്.
മാത്രമല്ല ഒരു ഭാഗത്ത് ഈ ദൂർത്തടിക്കുന്ന ഇത് മാത്രമല്ല, നമുക്കറിയാം ഒരു ഭാഗത്ത് PSC പാവപ്പെട്ട PSC ചെയർമാനും PSC അംഗങ്ങൾക്കും 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെയുടെ ശമ്പള വർധനവാണ് വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അഭിഭാഷകന്മാർക്കും ഇതേപോലെ ശമ്പള വർധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന നമ്മുടെ പ്രൊഫസർ KV തോമസിന് അദ്ദേഹത്തിൻ്റെ DATA ഏതാണ്ട് 6 ലക്ഷം രൂപയുടെ വർധനവാണ് വരുത്തിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് തങ്ങൾക്ക് വേണ്ടവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുക, ധൂർത്തും ദുർവ്യയം അനാവശ്യമായി നടത്തുക, എന്നാൽ സാധാരണക്കാരന് ആനുകൂല്യം കൊടുക്കാൻ നോക്കുന്ന സമയത്ത് പണമില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഇത് ജനവിരുദ്ധമാണ്. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ഈ ധൂർത്ത്, ദുർവ്യയം, അതുപോലെ തന്നെ നിയമലംഘനം, ഭരണഘടനാ ലംഘനം, ഇതിനെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല ഒരു കാര്യം കേരളത്തെ ഔദ്യോഗിക പ്രതിപക്ഷത്തെക്കുറിച്ച് പറയാനുള്ളത്, ദയവ് ചെയ്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് ധാർമ്മികതയ്ക്കെതിരാണ്. സംസ്ഥാന സർക്കാരിന് ആലവട്ടം ബെഞ്ചാമരം വീശുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ ആനുകൂല്യം ഭരണപക്ഷത്തോട് ഒട്ടി നിൽക്കുകയും പ്രതിപക്ഷ നേതാവിൻ്റെ ആനുകൂല്യം പങ്കുവെക്കുകയും ചെയ്യുന്നത് ധാർമ്മികതയ്ക്കെതിരാണ്. അതുകൊണ്ട് ഒന്നുകിൽ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ച് LDFുമായി ചർച്ച ചെയ്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനം, LDF സർക്കാരിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും യോഗ്യമായിട്ടുള്ളത്. അതും എല്ലാ കാര്യത്തിലും പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യത്തിലും സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി എടുത്ത രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യാൻ സാധിക്കുക, പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആനുകൂല്യവും ഞാൻ പറ്റുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം. ജനങ്ങൾ തിരിച്ചറിയണം ആരാണ് ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ട്, LDF സർക്കാരിനെതിരായിട്ട് പോരാട്ടം സംഘടിപ്പിക്കുന്നത്, ആത്മാർത്ഥമായി ജനപക്ഷത്ത് നിൽക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും മാത്രമാണ്. ഇപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മണ്ണോളിക്കാവിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് CPM ക്രിമിനൽ സംഘങ്ങൾ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരെ കൈകാര്യം ചെയ്തത്. മാത്രമല്ല അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളെ ബലാത്കാരമായിട്ട് വിട്ടയക്കുന്നത്. അതായത് ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പോലീസുകാർക്ക് പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇക്കണക്കിന് പോലീസുകാർ അവർക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അവർ നേരിട്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ കൈകാര്യം ചെയ്യുമ്പോൾ പോലെയാണ് CPMൻ്റെ ഗുണ്ടകൾ സബ് ഇൻസ്പെക്ടറെ, കോൺസ്റ്റബിൾമാരെ, അതും വനിതാ സബ് ഇൻസ്പെക്ടറെ കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് എത്രമാത്രം തകർന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പിണറായി പഞ്ചായത്തിൽ അവിടെ ഹൈക്കോടതിയുടെ വിധി നടപ്പാക്കാൻ തയ്യാറായിട്ടുള്ള മാർക്സിസ്റ്റ് അനുകൂല സംഘടനയിലെ ജീവനക്കാരെ CPMൻ്റെ ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും പ്രവർത്തകരും പോയിട്ട് അവിടെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ തങ്ങൾ പറയുന്നത് അംഗീകരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പോലീസുകാരെയും ശാരീരികമായി കൈകാര്യം ചെയ്യുന്നു. തങ്ങൾ പറഞ്ഞത് അനുസരിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് വ്യാപകമായി നടക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ സംഘങ്ങൾ അവരിപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ക്രമസമാധാന തകർച്ചയുടെ ഒരു ഉദാഹരണമാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് പോലീസ് നിഷ്ക്രിയവും നിർവീര്യവുമായതുകൊണ്ടാണ് ഇവിടെ ലഹരി മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. കേരളത്തിൽ മുഴുവൻ ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. അവിടെ കേരളത്തിൽ ഈ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് നമുക്ക് ഇക്കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ, ഈ UGC
കരട് ചട്ടങ്ങൾക്കെതിരായിട്ട് സംഘടിപ്പിച്ച ഈ IND സഖ്യത്തിൻ്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാന സമ്മേളനം, ദക്ഷിണേന്ത്യൻ സമ്മേളനം, അതിൽ 14 വൈസ് ചാൻസലർമാർ പങ്കെടുക്കേണ്ടതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായ കാലടി സർവകലാശാലയിലെ വൈസ് ചാൻസലർ മാത്രമേ പങ്കെടുത്തു. ബാക്കി 13 പേരും പങ്കെടുത്തിട്ടില്ല. പക്ഷെ പങ്കെടുക്കാത്തവരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. കാണിക്കാമെന്നുള്ള ഭീഷണിയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇനി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വിചാരിക്കുന്നത് മാത്രം, അത് മാത്രമേ കേരളത്തിൽ നടക്കാൻ പാടുള്ളൂ എന്നത് മനസ്സിൽ വെച്ചാൽ മതി. ഇനി IND സഖ്യത്തിലെ ഏത് മന്ത്രിമാർ വിമർശിച്ചാലും ഭരണഘടനാപരമായ കാര്യങ്ങളെ കേരളത്തിലും അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ ആ സമ്മേളനത്തിൽ ഈ കരട് ചട്ടങ്ങൾക്കെതിരായിട്ട് ഒരാരും പരാമർശിച്ചിട്ടില്ല. എന്താണ് കരട് ചട്ടങ്ങൾ, എന്താണ് കരട് ചട്ടങ്ങൾ, എന്തുകൊണ്ട് എതിർക്കപ്പെടണം? ഇതുവരെ ഇന്നലത്തെ പ്രാസംഗികന്മാരൊന്നും തന്നെ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ആകെ പറഞ്ഞത് എന്താ, ചാൻസലർ അവർ അമിതാധികാരം പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഇവിടെ ഭരിച്ച സർക്കാരുകൾ എന്താണോ പറയുന്നത് അത് അംഗീകരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്, ചാൻസലർമാർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന എന്തും അംഗീകരിക്കുന്ന ഗവർണർമാരല്ല കേരളം ഭരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു ഗവർണർ പറഞ്ഞതാണ് ശരി, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞ തെറ്റാണെന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടി നേതാക്കന്മാർക്കും അവരെ ബന്ധുക്കൾക്കും സംവരണം ചെയ്യപ്പെട്ടതാണ് വൈസ് ചാൻസലർ പദവി, അതുപോലെ പ്രോ വൈസ് ചാൻസലർ പദവി, രജിസ്ട്രാർ പദവി, മറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി പദവികൾ എന്നുള്ളത് ഇപ്പം മാറിയിരിക്കുന്നുണ്ട്. മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഇപ്പം നിയമനം നടക്കുന്നത്. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും അസ്വീകാര്യമായിട്ട് മാറിയിട്ടുള്ളത്. അല്ലാതെ ഈ ചട്ടത്തിൽ യാതൊന്നും തന്നെ ഇല്ല. ഇതുവരെ ഉള്ള 1967 EMSൻ്റെ കാലത്ത് കൊണ്ടുവന്ന കേരള യൂണിവേഴ്സിറ്റി ആക്റ്റിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചട്ടത്തിലുള്ളത്. ഒരു മാറ്റവും ഇല്ല. അന്നത്തെ 67 കേരള യൂണിവേഴ്സിറ്റി ആക്ട് കൊണ്ടുവന്നവരാ, അതിനെ എതിർക്കാത്തവരെങ്ങനെയാണ് ഇതിനെ എതിർക്കുക? അപ്പോൾ ആകെയുള്ള പ്രശ്നം എന്താ, ഇവർ പറയുന്നത് പോലെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ സർവകലാശാലയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് നടക്കുന്ന ഈ ജമ്മത്തിൽ നടക്കുന്നവർ പ്രതീക്ഷിക്കണ്ട. അല്ല, കേരളയിലല്ല, സിൽവർ ലൈനിനെ കുറിച്ച് BJPയുടെ നിലപാടിൽ ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. ഞങ്ങളത് പലവട്ടം മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഞങ്ങൾ സിൽവർ ലൈനെതിരാണ്. ഇപ്പം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള, കേരളയിൽ നൽകിയിട്ടുള്ള, സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള സിൽവർ ലൈൻ പ്രൊജക്റ്റ് കേരളത്തിന് അനുയോജ്യമല്ല, കേരളത്തിന് സ്വീകാര്യമാകാത്തതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമല്ല. ഇക്കാര്യം കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേ മന്ത്രാലയവും സംസ്ഥാന സർക്കാരിനെയും സിൽവർ ലൈനെയും കേരളയിനെയും അറിയിച്ചിട്ടുണ്ട്. അല്ല, ഇതാണ് BJPയുടെ നിലപാട്. അക്കാര്യത്തിൽ റെയിൽവേ മന്ത്രിയും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവരയച്ച കത്തുകളും പ്രപ്പോസലുകളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അലമാരയിലുണ്ട്. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കൂടുതൽ നിക്ഷേപം വരണം. ഇത് വരുന്നത് 2 ലക്ഷം രൂപ, 2 ലക്ഷം കോടി രൂപ. ആ 2 ലക്ഷം ദൂർത്തടിക്കുക ഒരാവശ്യമില്ലാണ്ട്. അവർ നിക്ഷേപം വരണം, വ്യവസായശാലകൾ തുടങ്ങണം, തൊഴിലില്ലായ്മ പരിഹരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുള്ള സംസ്ഥാന കേരളം. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും നിക്ഷേപവുമായിട്ട് വരുമ്പോൾ, ആരെങ്കിലും ഇവിടെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അത് പൂട്ടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും സംസ്ഥാന സർക്കാർ ശ്രമിക്കരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്കറിയാലോ, ആന്തൂരിൽ ഒരു പാവപ്പെട്ട പ്രവാസി ഇക്കാലം അത്രയും അധ്വാനിച്ച പണം കൊണ്ട് ഒരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ടാക്കിയിട്ട്, ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്യിപ്പിച്ചില്ലേ? അത് നേതൃത്വം കൊടുത്ത CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഇനി മുതൽ ഈ 2 ദിവസം ഈ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പൂട്ടിക്കുന്ന ആ നിലപാടിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി പിന്മാറണം.
അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ധാരാളം നടക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം ഉണ്ടാകണം. നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു, കേന്ദ്ര ഗവൺമെൻറ് സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേരള ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് അതുകൊണ്ട് ആരും വരുന്നില്ല. ഇപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ആദ്യത്തേതല്ല, LDF സർക്കാരിൻ്റെ അവസാനത്തേതായത്. പല ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകളും വന്നിട്ടുണ്ട്. 5 ലക്ഷം കോടിയുടെ നിക്ഷേപം ഉണ്ടാകും, 6 ലക്ഷം കോടിയുടെ നിക്ഷേപം ഉണ്ടാകും. ആരും നിക്ഷേപിക്കാൻ തയ്യാറായിട്ടില്ല. കേരളത്തിലെ പാവപ്പെട്ടവർ, പ്രവാസികൾ ചിലത് തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ അത് പൂട്ടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും അതുപോലെ ഈ ഗവൺമെൻറ്റും അവിടെ നിലപാട് തിരുത്തിയാൽ കേരളം മാറും. അത് തിരുത്താൻ യാതൊരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. തിരുത്തണമെങ്കിൽ തിരുത്തട്ടെ.